പ്രതിപക്ഷവും മാധ്യമങ്ങളും ഉയർത്തിയ ചോദ്യങ്ങൾക്ക് പലതിനും ഉത്തരമില്ലാതെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ വെബ്സൈറ്റുകളുടെ വിവരങ്ങൾ അപ്രത്യക്ഷമായതിനെപ്പറ്റിയും വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെ സംബന്ധിച്ചും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കമ്മീഷന് വ്യക്തമായ മറുപടിയില്ല. ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ ഉന്നയിച്ചില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ചോദിച്ചു. എന്നാൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ഇന്ത്യ സഖ്യം. ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ വോട്ടർ അധികാർ യാത്രയ്ക്ക് തുടക്കമായി. സമഗ്ര വിവരങ്ങളുമായി സ്വാതി സന്തോഷുണ്ട്. സ്വാതി. വിനിഷ, ബീഹാർ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ, അതോടൊപ്പം തന്നെയും ഈ രാജ്യത്തൊട്ടാകെയും ഉയർന്ന വിവിധ സംസ്ഥാനങ്ങളിൽ ഉയരുന്ന വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പൊരുത്തക്കേടുകളും അട്ടിമറിയിലുമൊക്കെയും വലിയ വിമർശനങ്ങളും ആരോപണങ്ങളും പ്രതിപക്ഷം ഉയർത്തുന്ന ഘട്ടത്തിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിയത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തെ രാജ്യം ഉറ്റുനോക്കിയത് ഈ വിഷയങ്ങളിലൊക്കെ തന്നെയും ഒരു കൃത്യമായ മറുപടി ഉണ്ടാകുമെന്നാണ്. എന്നാൽ അത്തരത്തിലൊരു മറുപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഈ ആരോപണങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷ പാർട്ടികൾക്കു മേലെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾക്കൊക്കെയും മേലെ പഴിചാരിക്കൊണ്ട് ഈ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനുള്ള ശ്രമമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. വളരെ നിരാശാജനകമായൊരു വാർത്താ സമ്മേളനമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റേത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒന്ന്, രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് തുടങ്ങിയത്. അതായത് ആരോപണങ്ങൾക്കൊന്നും തന്നെയും ഇവർക്ക് തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനം ആരംഭിക്കുന്നു. അതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിലൊന്നും തന്നെയും കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. മറിച്ച് രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഒന്ന്, വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഈ SIR പ്രക്രിയക്കെതിരെ പുകമറ സൃഷ്ടിക്കുവാനാണ് പ്രതിപക്ഷം ശ്രമങ്ങൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെ കള്ളപ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. തങ്ങൾ നിർവഹിക്കുന്നത് ഭരണഘടനാപരമായിട്ടുള്ള ചുമതല മാത്രമാണ് എന്നുള്ള കാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചത്. അതോടൊപ്പം തന്നെ SIR പ്രക്രിയയുമായി ഇനിയും മുന്നോട്ട് പോകും. പശ്ചിമ ബംഗാൾ, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇനിയും വൈകാതെ തന്നെ ഈ SIR പ്രക്രിയ നടപ്പിലാക്കുമെന്നുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഊന്നി പറയുന്നുണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ വോട്ട് ചോരി എന്ന് പറയുന്ന പദപ്രയോഗം തന്നെ ഭരണഘടനയെ അപമാനിക്കുന്നതാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചത്. അതിനപ്പുറത്തേക്ക് മറ്റ് വിശദാംശങ്ങളിലേക്ക് ഒന്നും തന്നെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിട്ടില്ല. രാഹുൽ ഗാന്ധി ആക്രമിച്ചുകൊണ്ടാണ് ഈ ആരോപണങ്ങളെയെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളഞ്ഞത്. ഒന്ന്, രാഹുൽ ഗാന്ധി സ്വകാര്യതയുടെ ലംഘനമാണ് നടത്തിയിട്ടുള്ളത്, വോട്ടർമാരുടെ അനുവാദമില്ലാതെ അവരുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു എന്ന തരത്തിലേക്ക് രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം വോട്ടുകൊള്ള ആരോപണം പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരം തെറ്റായ ആരോപണങ്ങളിൽ, പ്രതിപക്ഷം ഉയർത്തുന്ന തെറ്റായ ആരോപണങ്ങളിൽ തങ്ങൾ മറുപടി പറയുന്നില്ല, അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കേണ്ട, ആരും തോക്കു ചൂണ്ടിക്കൊണ്ട് ഈ വിഷയത്തിൽ തങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കേണ്ട, അത്തരത്തിൽ ഭയപ്പെടുകയില്ല എന്നുള്ള കാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. മറ്റ് വിചിത്രപരമായിട്ടുള്ള പല ന്യായങ്ങളും ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന്, തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് നിരവധി വിവരങ്ങളിലടക്കം നിരവധി പൊരുത്തക്കേടുകൾ ഉണ്ടാവുകയും തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും ഏറ്റുപറയുകയോ അല്ലെങ്കിൽ അതിൽ പരിശോധന നടത്താമെന്ന് പറയുകയോ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച പ്രതിപക്ഷ നേതാക്കളെ അടക്കം ആക്രമിക്കുന്ന സാഹചര്യം, അവരെ മേൽ പഴിചാറുന്ന സാഹചര്യം. ഇതിലൊന്ന്, വോട്ടർ പട്ടികയിലടക്കം ഈ വീട്ടു നമ്പർ നൽകിയിട്ടുള്ള ഓപ്ഷനിൽ 0 രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ 0 രേഖപ്പെടുത്തിയതെന്ന് ചോദിച്ചപ്പോൾ വളരെ വിചിത്രപരമായൊരു മറുപടിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നൽകിയിട്ടുള്ളത്. രാജ്യത്ത് പല ആളുകൾക്കും വീടില്ലാതെ താമസിക്കുന്നതിൻ്റെ പേരിലാണ് അവർക്കൊക്കെയും ഈ വീട്ടു നമ്പറിൻ്റെ ഓപ്ഷനിൽ 0 എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള വിചിത്ര ന്യായവുമായി രംഗത്തെത്തുന്നു. അതോടൊപ്പം പോളിംഗ് ബൂത്തുകളിലെ CCTV വിഷ്വൽ പുറത്തുവിടാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. എന്നാൽ അതൊക്കെ തന്നെയും സ്ത്രീകളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന സമീപനം സ്വീകരിച്ചു. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുകയോ തെളിവുകൾ നിരത്തി അതിനെ സാധൂകരിക്കുവാനോ കഴിഞ്ഞില്ല എന്നുള്ളതിൽ വലിയ പരാജയം തന്നെയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യമുണ്ട്. രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് പ്രതിപക്ഷം ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് വീണ്ടും പറയുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, കൃത്യമായ മറുപടികൾ ഒന്നിനും ലഭ്യമായിട്ടില്ല. അതേസമയം തന്നെ ഇന്ന് ബീഹാറിൽ ഇന്ത്യ സഖ്യ നേതാക്കളുടെ വലിയ പ്രതിഷേധ റാലി, അതായത് വോട്ടർ അധികാർ യാത്ര എന്ന പേരിൽ ഇന്ത്യ സഖ്യം ഈ വിഷയത്തെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുവാനുള്ളൊരു റാലി ആരംഭിച്ചിട്ടുണ്ട്. 13 ദിവസം നീണ്ടു നിൽക്കുന്ന റാലി സെപ്റ്റംബർ 1 അവസാനിക്കുന്നത്. ഇതിൽ കൃത്യമായും ഒരു ഇന്ത്യ സഖ്യത്തിൻ്റെ ഐക്യം കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അതോടൊപ്പം ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇത്തരത്തിൽ വോട്ട് കവർച്ച ഒന്നും നടത്താൻ പാടില്ല, അല്ലെങ്കിൽ ബീഹാറിലെ ജനത വോട്ട് കവർച്ചയ്ക്ക് ഇനി പിന്തുണ നൽകി
നൽകില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി അടക്കം വിമർശിച്ചിട്ടുള്ളത്. BJP കള്ളവോട്ട് നേടിക്കൊണ്ടാണ് വിജയിക്കുന്നത് എന്നും രാഹുൽ ഗാന്ധി പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. CPM-ന്റെ മുതിർന്ന നേതാവ് സുഭാഷ്ണി അലി ഉൾപ്പെടെയുള്ളവർ ഈ ബീഹാറിലെ ഈ യാത്രയിൽ ഈ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു വശത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ നിന്നെല്ലാം ഒളിച്ചോടാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഇതിനെതിരായ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന്റെ തുടക്കം എന്ന നിലയിൽ തന്നെയാണ് ഇന്ന് വോട്ടർ അധികാർ റാലിക്ക് ഇന്ന് ബീഹാറിൽ തുടക്കമായത്. വിനിഷ. ശരി.